ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ നമുക്കിന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്തെന്ന് വെച്ചാൽ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ഓട്സ് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓട്സ് കൊണ്ട് ഒരു ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണത്. അപ്പോൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, പിന്നെ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ ശകലം ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു ചെറിയ വലുതാണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ ഒന്ന് ചേർക്കാം. ഒരു 6 ബീൻസ്, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് പിന്നെ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് അങ്ങനെയും എടുക്കാം. പിന്നെ ഇതിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇല്ല കൂടുതൽ വെജിറ്റബിൾസ്, കോളിഫ്ലവർ അങ്ങനത്തെ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുകയും ചെയ്യാം. ഓക്കെ, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ചേർത്തോളാം. ഇല്ല ഇപ്പോൾ ഗ്രീൻ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർത്താൽ മതി. ഇല്ല ക്യാരറ്റ് മാത്രമാണെങ്കിൽ ക്യാരറ്റ് മാത്രം ചേർത്തും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്സ് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം വന്നിട്ട് തീരെ കുറച്ച് വെച്ചോണം. ഓട്സ് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അല്ലാതെ നമ്മൾ ഓട്സ് വറുക്കാതെ തന്നെ ഉപ്മാ ഉണ്ടാക്കാം, പക്ഷേ അതിങ്ങനെ ഒരുമാതിരി കുഴകുഴാന്നിരിക്കും. ഇതാകുമ്പോൾ അങ്ങനെ അറിയത്തില്ല, നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഇത് വറുത്തിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ആ ഓട്സിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം, കരിഞ്ഞു പോകരുത്. ഇത് വറുത്ത ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയും വെക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമുക്ക് ഉപ്മാ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ മതി കേട്ടോ. ഓയിൽ ഒന്ന് ചൂടാകട്ടെ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നെയ്യ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നു. നല്ലൊരു രുചിയും മണമൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണേ. ഇനിയിപ്പോൾ ഇത് ചൂടായ ഉടനെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ മതിയില്ല. പിന്നെ കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കുറച്ച് ഇട്ടോണേ. ചെറിയ കപ്പലണ്ടിയൊക്കെ ചേർക്കും കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ കട്ടി വെക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബീൻസ് ഇട്ട് കൊടുക്കുന്നു, ക്യാരറ്റ്, പിന്നെ ഈ ഗ്രീൻ പീസ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കോളാം കേട്ടോ. പിന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്, നമുക്ക് വേണം നോക്കിയിട്ട് പിന്നെ ഉപ്പ് ചേർത്തോളാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു അരഭാഗം വേവിച്ചെടുത്താൽ മതി. എന്നുവെച്ചാൽ പിന്നീട് നമ്മളിത് ഓട്സിൻ്റെ കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ വെന്ത് കിട്ടും. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മൂടി വയ്ക്കണം. ഇത് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളമേ ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം ചേർക്കാൻ നമ്മൾ വിട്ടുപോയി, പച്ചമുളക്.
പച്ചമുളകും കൂടെ നമ്മൾ വഴറ്റുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ ചൂടാനായിട്ട്, അതൊക്കെ കുഴപ്പമില്ല. പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഇതിൽ ശകലം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി, ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മതി. ഇനിയിപ്പോൾ നമ്മൾ ഓട്സും കൂടെ ഇടുമ്പോൾ കുറച്ചുകൂടെ നോക്കിക്കോളും. ഇനിയിപ്പം ഞാനിത് 1 കപ്പ് ഓട്സാണ് നമ്മൾ എടുത്തത്. അതിന് 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. പിന്നെ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് കുറച്ച് ഉപ്പിട്ടതേ ഉള്ളൂ. ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ നോക്കിയാൽ മതി, ടേസ്റ്റ് അറിയാൻ പറ്റും. അതൊരു ഉപ്പിടണ്ട, കുറച്ച് നോക്കിയിട്ടാൽ മതി. അപ്പോൾ ഓട്സിലൊന്നും ഉപ്പൊന്നും അധികം ചേർത്തില്ല. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പിന്നെ ടേസ്റ്റ് നോക്കാം. ശർക്കര കൂടെ വേണം. മതി. ഇപ്പം തിളക്കട്ടെ. വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ നമ്മളെടുത്ത് വെച്ചിരുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. വെറുതെ ഇട്ട് കൊടുത്താൽ മതി. റവ ഇടുന്ന പോലെ അങ്ങനെ കട്ടിയാവുന്നൊന്നും പേടിക്കേണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനിപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റി കിട്ടും. നമ്മൾ തുറന്നു നോക്കാം. നമ്മുടെ മൈനി റെഡിയാവാനുണ്ട്. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിന് ഒരു പകുതി ലെമണും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോവുകയാണേ. ഉണ്ടോ? അപ്പോൾ അത് ലെമണും കൂടെ അതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? ഇത് ആദ്യം കണ്ടപ്പോൾ കുറച്ചായിട്ട് തോന്നി. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് കിട്ടും. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുണ്ടാവും. ഇതിൽ കുറേ കൂടെ വെജിറ്റബിൾസൊക്കെ ചേർക്കുകയാണെങ്കിലേ കുറച്ച് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടും. കുറച്ചുകൂടെ നമുക്ക് ഇത് അടച്ച് വെച്ചെടുക്കാം. കണ്ടോ? നമ്മുടെ ഓട്സ് ഉപ്പുമാവ് അതിൻ്റെ ഉള്ള ജലാംശം മുഴുവനും പോയിട്ട് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് അല്ല, എനിക്ക് കുറച്ച് കൂടുതൽ സമയമായി ഇതുപോലെ ആയി കിട്ടാനായിട്ട്. പിന്നെ ചിലരാണെങ്കിൽ നമ്മളിപ്പോൾ 1-ന് 3 എന്നുള്ള കണക്കിലാണത്. 1 കപ്പ് ഓട്സിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ചിലരാണെങ്കിൽ 2 കപ്പേ ഒഴിക്കുന്നുള്ളൂ. അത് കുറച്ച് വേവ് കുറവായിരിക്കും. അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പ് ഒഴിച്ചു. നല്ല രീതിയിലൊന്ന് ഓട്സൊക്കെ വെന്ത് കിട്ടാനായിട്ടാണ്. ഇപ്പോൾ കണ്ടോ? നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഇത് ഇനിയും കുറച്ചുകൂടെ പിന്നെ കട്ടിയായി കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. അപ്പോൾ കണ്ടോ? നമ്മുടെ ഓട്സ് ഉപ്പുമാവ് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്, വെയിറ്റ് ലോസിനും പറ്റിയതാണ്. നമ്മൾ ശർക്കരയും നെയ്യും ശർക്കര എണ്ണയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ അതിന് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.